Hello everyone. So welcome back to Sophie Talks. നമ്മളുടെ പുതിയ വീഡിയോ പാസീവ് വോയിസിനെ പറ്റിയാണ്. പാസീവ് വോയിസ് പാർട്ട് 1 കഴിഞ്ഞു. അത് അപ് ടു പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും പാസീവ് വോയിസ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ പാസീവ് വോയിസ് ആണ് ബാക്കിയായിട്ട് പറയുന്നത്. ഓക്കെ, സോ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പാസീവിന്റെ വെർബ് ഫോം ആണിത്. ഒബ്ജെക്ട് പ്ലസ് ഷാൾ ഓർ വിൽ പ്ലസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ബൈ ഏജന്റ്. ഏത് ഏജന്റ് ആണ്? ഹി ആണെങ്കിൽ ഹിം എന്ന് ഉപയോഗിക്കും, ഷീ ആണെങ്കിൽ ഹർ എന്ന് ഉപയോഗിക്കും, അതാണ് ഏജന്റ്. ഓക്കെ, ഷാൾ ഫസ്റ്റ് പേഴ്സണിന്റെ കൂടെ നമ്മൾ ഷാൾ, ഐയുടെ കൂടെയും വിയുടെ കൂടെയും ഷാൾ യൂസ് ചെയ്യും. ഹിയുടെ കൂടെയും ബാക്കി ഹി ഷീ ദേ ബാക്കി എല്ലാ ഫോംസിന്റെയും കൂടെ നമ്മൾ വിൽ യൂസ് ചെയ്യും. പിന്നെ നോർമലി ആ റൂൾ ആരും ഫോളോ ചെയ്യുന്നില്ല. നോർമലി ഇത് ഇന്റർചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഷാളും വില്ലും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നുണ്ട്. പൊതുവെ ആരും ഈ റൂൾസ് അത്ര ഫോളോ ആവില്ല. ഷാളും വില്ലും ഫസ്റ്റ് പേഴ്സണിന്റെ കൂടെ മാത്രം ഷാൾ യൂസ് ചെയ്യും, റിമൈനിങ്ങിന്റെ കൂടെ വില്ല് യൂസ് ചെയ്യും. അതത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആരും ഫോളോ ആവുന്നില്ല. സോ ഹിയുടെ കൂടെയും രണ്ടും യൂസ് ചെയ്യും. അങ്ങനെ ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്യുന്ന റൂള് ഐയുടെ കൂടെ ഫസ്റ്റ് പേഴ്സണിന്റെ കൂടെ ഐ ഓർ വിയുടെ കൂടെ ഷാൾ യൂസ് ചെയ്യും, റിമൈനിങ് കൂടെ ഹി ഷീ ദേ അതിൻ്റെ എല്ലാം കൂടെ വില്ല് യൂസ് ചെയ്യും. അങ്ങനെയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹി വിൽ റൈറ്റ് എ ലെറ്റർ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന എ ലെറ്റർ ആണ്. എ ലെറ്ററിന്റെ കൂടെ വില്ല് ചേർത്തു, വിൽ ബി ചേർത്തു, പ്ലസ് റൈറ്റിന്റെ തേർഡ് ഫോം റിട്ടൺ ആണ്. എ ലെറ്റർ വിൽ ബി റിട്ടൺ ബൈ ഏജന്റ്. ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹി ആണല്ലോ. ഹി എന്ന് പറയുന്നതിനെ നമ്മൾ ഒബ്ജക്റ്റ് ആവുമ്പോൾ ഹിം എന്ന് എഴുതും. അതാണ് ഇവിടുത്തെ ഏജന്റ്. ഹി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇവിടെ നമ്മൾ ഹിം എന്ന് യൂസ് ചെയ്യുന്നു. They will discuss the matter tomorrow. The matter will be discussed tomorrow by them. The matter അതിന്റെ കൂടെ വില്ല് ചേർത്തു, വിൽ പ്ലസ് ബി ചേർത്തു, ഡിസ്കസ് എന്ന് പറയുന്ന വെർബ് ഫോമിന്റെ കൂടെ തേർഡ് ഫോം ദാറ്റ് ഈസ് ഡിസ്കസ്ഡ് ടുമാറോ ബൈ ആരാണ്? ഇവിടെ ദേ ആണ്. ദേ എന്ന് പറയുന്ന അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദെം എന്ന് എഴുതാൻ പറ്റും. അതിനെ ഏജന്റ് ആക്കുമ്പോൾ ദെം എന്ന് എഴുതും. പീപ്പിൾ വിൽ ഫോർഗെറ്റ് ദിസ് ക്വാറൽ. ദിസ് ക്വാറൽ വിൽ ബി ഫോർഗോട്ടൻ. ഈ ക്വാറൽ എല്ലാവരും മറക്കപ്പെടും. ആൾക്കാർ ഈ ക്വാറൽ, ഈ വഴക്ക് ഓർക്കത്തില്ല. അപ്പോൾ ആൾക്കാർ എന്ന് പറയുന്ന പീപ്പിൾ എന്ന് പറയുന്ന ഒരു ഇൻഡെഫിനിറ്റ് സബ്ജക്റ്റ് ആണ്. ഒരാളല്ല, ഒരു പേരില്ല. അങ്ങനെയുള്ള ഇൻഡെഫിനിറ്റ് സബ്ജക്റ്റ് വരുമ്പോൾ നമുക്ക് അതിനെ ഒഴിവാക്കാം. അത് എഴുതണമെന്ന് നിർബന്ധമില്ല. സോ അതുകൊണ്ട് നമ്മൾ ദിസ് ക്വാറൽ വിൽ ബി ഫോർഗോട്ടൻ ബൈ പീപ്പിളിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ എഴുതിയില്ല. ദിസ് ക്വാറൽ വിൽ ബി ഫോർഗോട്ടൻ ഈസ് ഇനഫ്. ഓക്കെ, നെക്സ്റ്റ് പാസീവ് വോയിസസ് ഓഫ് സെന്റൻസസ് ഇൻവോൾവിംഗ് can, could, may, might, should, would, must, ought to, etc. ought to എന്ന് പറഞ്ഞാൽ യൂസേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഷുഡിന്റെ പോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ought to അത് നോർമലി കൂടുതൽ യൂസ് ചെയ്യത്തില്ല ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. ഏകദേശം ഷുഡിന്റെ അതേ ഫങ്ഷൻ തന്നെയാണ് ought to എന്നുള്ളത്. നെക്സ്റ്റ് പാസീവ് ഫോം, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒബ്ജെക്ട് പ്ലസ് can, could, may, might, should, would, must, ought to plus be plus B3 form plus by agent. For example, he can solve this problem. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? This problem object he subject, the problem this problem object. So object എടുത്തു, this problem can എടുക്കുന്നു first, can plus be can be. Solve in the third form solved by agent. Here subject is he, അതിനെ നമ്മൾ him എന്ന് എഴുതുന്നു. This problem can be solved by him. They could not find a solution. എങ്ങനെ എഴുതാം നമുക്ക്? A solution could not be
found by them. ഇതിന്റെ എല്ലാം കൂടെ b plus v3 form ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഓർത്താൽ മതി, b plus v3 form. A solution could not be found by them. She should pay the bill. The bill should be paid by her. They would garland the minister. The minister would plus be plus third form garlanded by ആരാണ്? they എന്ന് പറയുന്നതിനെ നമ്മൾ ഏജന്റ് ആയിട്ട് them എന്ന് എഴുതും. Okay, we must listen to his words. നമുക്ക് എങ്ങനെ എഴുതാം? his words must be listened by us എഴുതേണ്ട കാര്യമില്ല. his words must be listened is enough. എന്താണെന്ന് പറഞ്ഞാൽ we ഒരു indefinite subject ആണ്, അതുകൊണ്ടാണ്. so listened by us എന്ന് എഴുതേണ്ട കാര്യമില്ല. enough എവിടെ വരെ? his words must be listened, അത്രയും മതി. okay, next future perfect tense ന്റെ passive voice എങ്ങനെ എഴുതാം? അതിന്റെ verb form ആണ് object plus shall or will plus have plus been plus v3 plus by agent. for example, she എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കൂടെ she will have written a letter. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a letter, object is a letter shall or will use ചെയ്യാം. will have been third form, write in the third form written by her. they will have published the book by April. അതിനെ എങ്ങനെ എഴുതാം? the book will have been published by April. by ആരാണ്? by agent നമുക്ക് എഴുതണം. by subject is they, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? them എന്ന് എഴുതാം. the book will have been published by April by them. next, passive forms of imperative sentences. so ഈ imperative sentences എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കമാൻഡ് കൊടുക്കുന്ന സെന്റൻസ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്ന സെന്റൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കമാൻഡിങ് സെന്റൻസ് അല്ലെങ്കിൽ ഗിവൺ റിക്വസ്റ്റ് സെന്റൻസസ് എന്നാണ് imperative sentences എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ verb form എന്ന് പറഞ്ഞാൽ let plus object plus be plus past participle. ഈ ഫോം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി, ബാക്കി നമുക്ക് ചെയ്യാം. for example, solve this problem. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ പറയാം? let this problem, object here it is problem, this problem. so let this problem be യുടെ കൂടെ third form. so be solved, solve in the third form solved. let this problem be solved. next, open the door. let the door be opened. വാതിൽ തുറന്നിരിക്കട്ടെ, open the door. okay, അതിനെ നമുക്ക് എങ്ങനെ ഒരു imperative sentence ആയിട്ട് പറയാം? let the door be opened. അതാണ് ഇതിന്റെ passive form. പിന്നെ let എന്ന് പറയുന്നത് mandatory അല്ല, അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. okay, also we can say call the police, the police be called. അങ്ങനെയും പറയാം. let the police be called എന്ന് പറയണമെന്ന് നിർബന്ധമില്ല. okay, post this letter, this letter be posted. let this letter be posted or this letter be posted, both are fine. okay, next is passive forms of interrogative sentences. interrogative sentences എന്ന് പറഞ്ഞാൽ നമ്മുടെ question ചോദിക്കുന്ന sentences. okay, അതിന്റെ എല്ലാം എക്സാമ്പിൾ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. who teaches you grammar? അതിനെ നമുക്ക് എങ്ങനെ പറയാം? by whom are you taught grammar? നിന്നെ ആര് നിന്നെ ഗ്രാമർ പഠിപ്പിച്ചു? ആരാൽ നീ ഗ്രാമർ പഠിപ്പിക്കപ്പെട്ടു? okay, whom do you want? who is wanted by you? who told you the news? നിന്നോട് ആരാണ് നിന്നോട് ന്യൂസ് പറഞ്ഞത്? by whom were you told the news? നിന്നോട് ആരാൽ ന്യൂസ് okay, who told you the news? by whom were you told the news? നീ ആരാൽ ന്യൂസ് അറിഞ്ഞു? have you solved this problem? നീ പ്രശ്നം സോൾവ് ചെയ്തോ? has this problem been solved by you? ഈ interrogative sentences, ഈ question words, ഈ question sentenceന്റെ question ചോദിക്കുന്ന sentenceന്റെ passive form ആണ് നമ്മൾ കണ്ടത്. so more example, can you solve this problem? can this problem be solved by you?
Did the noise frighten you? Were you frightened by the noise? Okay. Do you know grammar? നമുക്കതിനെ പാസീവ് ഫോമിൽ എങ്ങനെ ചോദിക്കാം? ഈസ് ഗ്രാമർ നോട്ട് ടു യു? സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു എവ്രി വൺ. ബൈ.